ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന ജർമ്മനിയിൽ ഉപയോഗിച്ചിരുന്ന 1 മില്യൺ മാർക്ക് എന്നറിയപ്പെടുന്ന കറൻസിയുടെ അതായത് ഒരു വിൻറ്റേജ് ബാങ്ക് നോട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ വിൻറ്റേജ് ബാങ്ക് നോട്ട് കളക്ഷൻ ചെയ്യുന്നുള്ളത് എന്നുള്ളത്. അപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു കറൻസി കൂടെ കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു കറൻസിയുടെ വാല്യൂം ഡീറ്റെയിൽസ് അടങ്ങുന്ന ആ ഒരു കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു കറൻസി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാവുന്ന ഈ ഒരു കറൻസിയാണ് ജർമ്മനിയിലെ 1 മില്യൺ മാർക്ക് എന്നറിയപ്പെടുന്ന കറൻസിയാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് കിട്ടാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ്. കണ്ടാൽ സാധാരണ ഒരു പേപ്പറിൽ അച്ചടിച്ച പോലെ ഇരിക്കുമെങ്കിലും അതൊരു ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പോലെ ഇരിക്കുമെങ്കിലും ഇതൊരു കറൻസിയാണ്, ഒരു നോട്ടാണ്. ജർമ്മനിയിൽ 1923 കാലഘട്ടത്തിലാണ് ഈ ഒരു കറൻസി ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു കറൻസിയുടെ സൈസ് വരുന്നത് 120 × 80 ആണ്. റെക്ടാങ്കുലർ ഷേപ്പാണ് ഈ ഒരു കറൻസിക്ക് വരുന്നത്. ഈ ഒരു കറൻസി അറിയപ്പെടുന്നത് റീച്ച് ബാങ്ക് നോട്ട് എന്നാണ് അറിയപ്പെടുന്നത്. നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും, ഈ ഒരു കറൻസിയിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ റീച്ച് ബാങ്ക് നോട്ട് എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ വാല്യൂ വരുന്നത് 1 മില്യൺ മാർക്ക് എന്നാണ്. അപ്പോൾ പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള മാർക്ക് നോട്ടുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പിൽ 100 മാർക്ക് എന്നുകൊണ്ട് 1000 മാർക്ക് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലൊക്കെ വരുന്ന കറൻസീസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസി യൂണിഫേസ് നോട്ടാണ്. നമുക്ക് ഈ ഒരു കറൻസിയുടെ മുൻവശം മാത്രമാണ് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കറൻസിയുടെ പുറകുവശം ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഈ ഒരു കറൻസിക്ക് വാട്ടർ മാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കറൻസിക്ക് വാട്ടർ മാർക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കറൻസിയുടെ വാട്ടർ മാർക്ക്. നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു കറൻസി 3 എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ വിൻറ്റേജ് ടൈപ്പിലുള്ള പല ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന കറൻസീസും ഞാൻ എൻ്റെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയ കറൻസിയാണ്. അത്യാവശ്യം നല്ലൊരു കണ്ടീഷൻ കറൻസിയാണ് എൻ്റെ കളക്ഷനിലേക്ക് എനിക്ക് കിട്ടിയത്. അതുപോലെ തന്നെ ഈ ഒരു കറൻസിക്ക് മാർക്കറ്റിൽ നല്ലൊരു വില തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറൻസിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ അതുപോലെ തന്നെ ഞാനൊന്ന് പറയാൻ വിട്ടുപോയി. ഈ ഒരു കറൻസിയുടെ മുൻവശം കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ നുമിസ്റ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഈ കറൻസിയെക്കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കറൻസിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഈ ഒരു കറൻസി പുറത്തിറക്കിയ വർഷം, അതുപോലെ തന്നെ എന്താണ് ഈ ഒരു കറൻസി മെൻഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ സിഗ്നേച്ചർ, സീല്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ നുമിസ്റ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കറൻസിയുടെ ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു കറൻസിയുടെ വാല്യൂ നോക്കാം. അപ്പോൾ 1 മില്യൺ മാർക്ക് എന്നറിയപ്പെടുന്ന ജർമ്മനിയിലെ 1923 ഈ ഒരു നോട്ടിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഏകദേശം 150 രൂപ മുതൽ, നല്ലൊരു കണ്ടീഷൻ നോട്ടിന് 150 രൂപ മുതൽ 350, 500 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസിയാണ്. അപ്പോൾ 3 കറൻസി എൻ്റെ കളക്ഷനിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു കണ്ടീഷൻ എനിക്ക് കിട്ടിയപ്പോൾ എൻ്റെ കളക്ഷനിൽ ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പോൾ നല്ലൊരു പ്രൈസ് വരുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള കറൻസി തന്നെയാണ് ഈ ഒരു കറൻസി, ജർമ്മനിയിലെ 1 മില്യൺ മാർക്ക് എന്നറിയപ്പെടുന്ന കറൻസി. അപ്പോൾ ഇതുപോലുള്ള കറൻസിയൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കറൻസി കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. വിൻറ്റേജ് ബാങ്ക് നോട്ടൊക്കെ കളക്ഷൻ തീം ബേസ്ഡ് ആയിട്ട് കളക്ഷൻ ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഒരു കറൻസിയൊക്കെ നല്ലൊരു തീമാറ്റിക് ആയിട്ട് കളക്ഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ഈ ഒരു കറൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.